ഈ സൂട്ട് കേസിലും ബ്ലാക്ക് മണിയാണുള്ളത്. കോടിക്കണക്കിന് പണം ഇരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ കാണിക്കേ, അതിലെന്താണെന്ന് ഞാനും ഒന്നറിയട്ടെ. ശരി, അത് കാണിച്ചു കൊടുക്കൂ. തുറന്നു കാണിക്കേ. ഓപ്പൺ ചെയ്യും. ഇതുകൂടി ഓപ്പൺ ചെയ്യേ. ഇപ്പൊ പറയൂ ഓഫീസർ, ഞാനിതിൽ സൈൻ ചെയ്യണോ? ദേ നോക്ക്, ഞാനിപ്പോ മനസ്സ് വെച്ചാൽ ആവശ്യമില്ലാതെ എന്റെ ഓഫീസിൽ വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്ത് ഹരാസ് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങളുടെ പേരിൽ ഡിഫോമേഷൻ കേസ് കൊടുക്കാം. സർ, ഇയാളുടെ ചേംബറിൽ ഒരു ഡോക്യുമെന്റ്സും കണ്ടില്ല സർ. മിസ്റ്റർ വിഷ്ണു, വി ആർ എക്സ്ട്രീംലി സോറി. അനാവശ്യമായി നിങ്ങളെ ശല്യം ചെയ്തതിന്. ദയവ് ചെയ്ത് കേസിനൊന്നും പോകരുത്. ഇനി ഞങ്ങൾ ശല്യം ചെയ്യില്ല. വരട്ടെ. അച്ഛാ, എന്താ ഇതൊക്കെ? തെറ്റ് ചെയ്തത് നമ്മളല്ലേ? അത് മാത്രമല്ല, ബ്ലാക്ക് മണി കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത് റെഡ് ഹാൻഡായിട്ടാ പിടിച്ചത്. എന്നിട്ട് അവര് അച്ഛനോട് മാപ്പ് പറഞ്ഞ എന്തിനാ? ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചേ? വെരി സിമ്പിൾ. ഞാൻ എൻ്റെ ബ്രെയിൻ ഉപയോഗിച്ചു. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അവരെ കൺവിൻസ് ചെയ്തു. അവരവരുടെ തെറ്റ് മനസ്സിലാക്കി എന്നോട് ക്ഷമയും പറഞ്ഞു. ഇതിലിരുന്ന് പണമൊക്കെ അവിടെ പോയി. ഈശ്വര, എന്താ ഇത്? എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? വീണ്ടും വീണ്ടും അനന്യ എന്തിനാ പരീക്ഷിക്കുന്നേ? അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അങ്ങ് അവളെ ഇങ്ങനെ വീണ്ടും വീണ്ടും കഷ്ടപ്പെടുത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അവളെ ആ ദുഷ്ടന്മാർ ഉപദ്രവിക്കുന്നത്? രക്ഷിക്കണം, എന്തെങ്കിലും ചെയ്ത് അങ്ങ് അവളെ രക്ഷിക്കണം. ഇപ്പോൾ അവൾക്ക് അങ്ങയുടെ സഹായം ആവശ്യമാണ്. ദയ കാണിക്കൂ ഈശ്വര, അവളോട് ദയ കാണിക്കൂ. നിങ്ങളുടെ പൊന്നു മോള് ഈ വീട്ടിലേക്ക് വന്നു കയറിയത് തന്നെ മോഷ്ടിക്കാൻ വേണ്ടിയാ. ഇവര് ദത്തെടുക്കുന്നത് വരെ അവള് മകളെ പോലെ അഭിനയിച്ചു. അവളെ എന്നിവര് തലയിലെടുത്ത് വെച്ച് തുടങ്ങിയോ അന്ന് അവളുടെ തനിരൂപം കാണിച്ചിട്ട് അവള് പോയി. ഈ വീട്ടിൽ മകളുടെ സ്ഥാനം കൊടുത്തിരിക്കുന്നു, എന്നിട്ട് ഒന്നും മിണ്ടാതെ മോഷ്ടിച്ചോണ്ട് പോയിരിക്കുകയാണ്. അവള് വെറുതെ വിടാൻ പാടില്ല. അവളുടെ പേർക്ക് പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്തിട്ട് വാ. അതേടെ വിക്രം, നീ പോയി ആദ്യം കംപ്ലൈന്റ് കൊടുക്ക്. ആഭരണങ്ങളൊക്കെ അവള് കൊണ്ടുപോയി വിൽക്കുന്നതിന് മുമ്പായിട്ട് അവളെ പിടിച്ച് അകത്താക്കിയേ പറ്റൂ. ദയവ് ചെയ്ത് ഒന്ന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? അവള് ചിലപ്പോ കുറച്ച് സ്വർണ്ണം ആഭരണം ഒക്കെ എടുത്തിരിക്കും. അതിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തിനാ? എന്തൊക്കെയായാലും അനന്യ ഞങ്ങൾ മനസ്സുകൊണ്ട് മകളായി അംഗീകരിച്ചു കഴിഞ്ഞു. എന്തൊക്കെയായാലും അച്ഛന്റെ അമ്മയുടെ സ്വത്ത് മകൾക്ക് തന്നെയാണല്ലോ. അതുകൊണ്ട് അനന്യ അവൾക്ക് അർഹതപ്പെട്ട എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ തെറ്റുള്ളത്?
ഒരുപക്ഷെ അവൾ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ എന്റെ മുഴുവൻ സ്വത്തും ഞാൻ അവളുടെ പേരിൽ എഴുതി കൊടുത്തന്നെ. എന്റെ വിഷമം എന്താന്ന് വെച്ചാൽ അവൾ കുറച്ച് ആഭരണമല്ലേ എടുത്തോണ്ട് പോയുള്ളൂ എന്നതില്ല. ദേ നോക്ക്, നിങ്ങൾ എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുക, ദയവ് ചെയ്ത് ഞങ്ങളുടെ മകൾ അനന്യയെ നിങ്ങൾ കള്ളിന്ന് വിളിക്കരുത്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതെ ബോസ്, താങ്കൾ എനിക്കൊരു സഞ്ജീവനി പോലെയാണ്. നീ കൂടെ ഉള്ളപ്പോ എന്തെന്നില്ലാത്തൊരു ആനന്ദം. എനിക്കെന്തോ എന്റെ അനന്യ ഇവിടെ എവിടെ ഉള്ളതുപോലൊരു ഫീൽ ഉണ്ടാവുക. അനന്യ ഒരു നല്ല പെൺകുട്ടിയാ. ലൈഫ് ലോങ് എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹം. അവളെ ഞാൻ എന്നാണോ കണ്ടത് അന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണ് എന്റെ ലൈഫ് പാർട്ണർ അവളാണെന്ന്. ഷീസ് മൈ ഏഞ്ചൽ. ദേവത അവളെനിക്ക്. എനിക്ക് വേണ്ടി മാത്രം ദേവലോകത്തു നിന്നോ നാഗലോകത്തു നിന്നോ വന്ന അപ്സരസ അവള്. ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ? അനന്യ എന്റെ പെണ്ണല്ലേ? സ്വാമി, എന്താ ഇത്? എന്താ ഇതൊക്കെ? മകുടിയിൽ നിന്ന് പോയ ശക്തിയെല്ലാം തിരിച്ച് നമുക്ക് നേരെയാണല്ലോ വരുന്നത് സ്വാമി. എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? രുദ്ര, എന്റെ ദേഹം മൊത്തം വേദനിക്കുന്നു. കണ്ണു തുറക്കാനേ പറ്റുന്നില്ല. എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഞാനിനി പോവാൻ പോവാ. സ്വാമി, എന്തെങ്കിലും ചെയ്യൂ സ്വാമി. സ്വാമി, എന്തെങ്കിലും ഉടനെ ചെയ്യൂ. അതെ അമ്മേ, ജോത്സ്യര് പറഞ്ഞ പോലെ അർജുനെ തടയാൻ പറ്റുമോ? അവനെ തടയാനും പറ്റില്ല, നമുക്ക് അവനെ പിടിച്ചു കെട്ടാനും പറ്റില്ല. നീ പറയുന്നത് ശരിയാ. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ അർജുന്റെ ജീവൻ നമുക്ക് രക്ഷിക്കാനാവില്ല. എന്ത് ചെയ്യാൻ പോവാ?
നമ്മൾ കുറച്ചു നാൾ കൂടി കാത്തിരുന്നേ പറ്റൂ. ഛേ, വെരി ബാഡ്. ആ ദൈവം എന്റെ കാര്യം പെൻഡിങ്ങിൽ വെച്ചല്ലോ. ഇപ്പൊ ഈ ജാതകം ചേരുന്നത് വരെ ഞാൻ എന്ത് ചെയ്യും? ഓ മൈ ഗോഡ്. നീ എന്തിനാ എങ്ങനെ സംസാരിക്കുന്നേ? ഈ വീടും നാടും ഒന്നും പുതിയതല്ല. സമാധാനപ്പെട്. അയ്യോ മുത്തശ്ശി, കുറച്ചു നാള് നിക്കാൻ വേണ്ടിട്ടല്ല, പെർമനന്റ് ആയിട്ട് ഇവിടെ നിക്കാൻ വേണ്ടിട്ടാ ഞാൻ വന്നേ. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? മയൂരി, നിനക്കിവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കാനുള്ള ലൈസൻസ് ഇതുവരെ ആയിട്ടില്ല. ലൈസൻസിന്റെ അതോറിറ്റി നിങ്ങളാണല്ലോ. അർജുനോട് അമ്മ പറയാണെങ്കിൽ അവൻ 3 അല്ല 6 തവണ കെട്ടും. ഡബിൾ താലി കെട്ടും. ഇപ്പൊ അർജുൻ നിന്റെ കഴുത്തിൽ ഓ എന്റെ ദൈവമേ, അവസാനം കണ്ണ് തുറന്നല്ലോ. നിനക്ക് എന്താ പറ്റിയെന്ന് അറിയാതെ ഞാൻ ആകെ പേടിച്ചു പോയി. എന്താടോ അനന്യ, തനിക്ക് എന്താ പറ്റിയത്? താനെന്തിനാ എന്റെ കാറിൽ വന്ന് തട്ടിയത്? എന്തായാലും താൻ കണ്ണ് തുറന്നല്ലോ, എനിക്കത് മതി. അതൊക്കെ പോട്ടെ, തനിക്ക് എന്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആപത്ത് സംഭവിക്കുന്നേ? ഓ, തനിക്ക് വയ്യാതായതുകൊണ്ടാണോ എന്റെ കാറിൽ വന്ന് തട്ടിയത്? അല്ല, താൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്? തന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അവരെ കാണാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ? വീട്ടില് 2-3 കാർ ഉള്ളതല്ലേ? അതിലേതെങ്കിലും ഒന്ന് എടുത്തോണ്ട് വന്നാ പോരായിരുന്നോ? താൻ എന്തിനാ ഒറ്റയ്ക്ക് വന്നത്? ഞാനിപ്പോ കറക്റ്റ് ടൈമിൽ വന്നില്ലായിരുന്നെങ്കിൽ തന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തോ അത്ഭുതം എന്നൊക്കെ പറയാറില്ലേ, ഇതും അതുപോലെ തന്നെയാ. തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ആ മഹാദേവൻ കറക്റ്റ് സമയത്ത് തന്റെ അടുത്ത് തന്നെ എത്തിച്ചിരിക്കും. കണ്ടില്ലേ, ഇതിന്ന് ഉറപ്പായിട്ട് മനസ്സിലാക്കാം എനിക്കും തനിക്കും തമ്മിൽ എന്തോ മുൻജന്മ ബന്ധമുണ്ടെന്നുള്ള കാര്യം. എനിക്ക് വീട്ടിലേക്ക് പോകണം. ആ ശരി, തന്റെ വീട് എനിക്ക് നേരത്തെ അറിയാലോ. എഴുന്നേറ്റ് വാ, ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. അവളുടെ കാര്യത്തിൽ എനിക്ക് എന്തോ ശ്രദ്ധക്കുറവ് പറ്റി. അതുകൊണ്ടാ അവള് നമ്മളെ വിട്ടിട്ട് പോയത്. ഞാൻ അവൾക്ക് നല്ലൊരു അമ്മയായിരുന്നില്ല. എന്റെ അടുത്തുനിന്ന് സ്നേഹം കിട്ടാത്തോണ്ടായിരിക്കും അവള് വീട് വിട്ട് പോയെന്ന് തോന്നുന്നു. സരോജ, നീ ഒന്ന് വിഷമിക്കാതിരിക്കേ. നീ എന്തിനാ സ്വയം പഴിക്കുന്നത്? അനന്യ നമ്മളുടെ മകളായത് നമ്മൾ ചെയ്ത പുണ്യം കൊണ്ടാ. നമുക്ക് ചിലപ്പോ ഇത്രയ്ക്കുള്ള ഭാഗ്യമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടായിരിക്കും അവൾ ഇവിടുന്ന് പോയത്. എന്താ ഏട്ടാ ഇത്? ഇവര് രണ്ടുപേരും എന്ത് മനുഷ്യരാ? അനന്യ ഈ വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ടും നമ്മളാ ശരിക്കും തെറ്റ് ചെയ്തതെന്നും നമ്മൾ അവളോട് സ്നേഹം കാണിച്ചില്ലെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവർക്ക് അല്പമെങ്കിലും വിവരമുണ്ട്. സത്യം പറഞ്ഞ ഇവർ വിഡ്ഢികളാ. മോനെ വിക്രം, സ്വന്തം മകളായിട്ട് കണ്ട് ഈ വീട്ടിലൊരു സ്ഥാനം കൊടുത്തിരുന്നു. അവൾ അവസാനം മോഷ്ടിച്ചോണ്ട് പോയില്ലേ? അവളുടെ മേൽ കുറ്റം ചാർത്തുന്നില്ല, അവളെ വഴക്ക് പറയുന്നില്ല. നിങ്ങൾ തെറ്റ് ചെയ്ത പോലെയാണല്ലോ സംസാരിക്കുന്നേ. അതെ സരോജ,
ആ അനന്യ ഇതുപോലെ എത്ര വീടുകളിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ടോന്ന് ആർക്കറിയാം. എന്തായാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി അവൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുന്നത് നന്നായിരിക്കും. രാജേശ്വരി പറയുന്നതും ശരിയാണല്ലോടാ. നീ ആദ്യം അനന്യക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ട് വാ. അമ്മേ, അനന്യ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്? അവൾ എന്റെ മകളാ. അവൾ അങ്ങനെ മോഷ്ടിക്കുകയൊന്നുമില്ല. ആവശ്യമില്ലാതെ ആരും അവളെ കുറ്റപ്പെടുത്താനൊന്നും നോക്കണ്ട. അവളൊരു പാവമാ. അനന്യ, അനന്യ, നീ എവിടെയാ മോളെ പോയത്? നീ വീട് വിട്ട് പോയെന്ന് കരുതി ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? അനന്യ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീ എവിടെ പോയതാ? നിനക്ക് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകണ്ടെന്ന് പറയില്ലല്ലോ. അത് പിന്നെ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരാന്ന് കരുതിയതാ. അനന്യ നടന്നു വരുന്ന വഴിക്ക് പെട്ടെന്ന് എന്തോ തല കറങ്ങി വീണു. അതുകൊണ്ടാ ഞാനും കൂടെ വന്നത്. ഇവനാരാ അനന്യ ഈ വീട് വരെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്? ചിലപ്പോ അവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും. ചിലപ്പോ അങ്ങനെ ആയിരിക്കും. ഈ വീട്ടിലേക്ക് വന്നപ്പോ പാവം പോലെ ആയിരുന്നത് ഇപ്പൊ പ്രേമോ എന്നൊക്കെ പറഞ്ഞിറങ്ങിയിരിക്കുക. ഓ, താങ്ക് യു വെരി മച്ച്. മിസ്റ്റർ അർജുനാണ് സാർ. ഇതിനു മുമ്പേ ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ട്. അതെ, അന്ന് അമ്പലത്തിൽ വെച്ച് വിസിറ്റിംഗ് കാർഡ് തന്നായിരുന്നില്ലേ? രാജി, ഇവര് തമ്മിൽ എന്തോ ഉണ്ട്. അവൻ പുറകെ നടക്കുക. ഓ, അതെ അല്ലേ. എന്തായാലും വലിയ ഉപകാരമാണ് ചെയ്തത്. ഞങ്ങളുടെ മകളെ വീട് വരെ കൊണ്ടുവന്നാക്കിയതിന് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ല സാർ. അനന്യ, നിന്നോട് പറഞ്ഞിട്ടില്ലേ ആരോടും ഇങ്ങനെ പറയാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോരുതെന്ന്? വീണ്ടും വീണ്ടും നീ ഇങ്ങനെ ചെയ്താൽ? ചേച്ചി, വീട്ടിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് പോയത് അവൾക്ക് തികഞ്ഞില്ല എന്ന് തോന്നുന്നു. അതായിരിക്കും തിരിച്ചു വന്നത്. പറ, നീ മോഷ്ടിച്ച പണവും സ്വർണ്ണം എവിടെ ഒളിപ്പിച്ചെന്ന് പറയ്. ഇല്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. നിങ്ങൾ ആവശ്യമില്ലാതെ എന്നെ സംശയിക്കുകയാണ്. നീ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണോ? വിശ്വസിക്കില്ല. നിന്നോട് കാര്യമായിട്ട് ചോദിക്കുക, മോഷ്ടിച്ച സ്വർണ്ണമല്ല എവിടെയാണെന്ന് പറ. ഞാൻ സത്യമാണ് പറയുന്നത്. എനിക്കൊന്നും തന്നെ അറിയില്ല. ഓ, അങ്ങനെയാണോ? അപ്പൊ സരോജത്തിന്റെ അലമാരയിലിരുന്ന സ്വർണവും പണവും ഒക്കെ എങ്ങോട്ട് പോയി? അതിന് തനിയെ കാലിമുളച്ച് തനിയെ നടന്ന് വീടിന് പുറത്തു പോയോ? അമ്മേ, ഒന്നുകൂടെ നോക്കൂ. അവിടെ തന്നെ ഉണ്ടാവും. അമ്മ വച്ച സ്ഥലത്ത് നിന്ന് അത് വേറെ എവിടെയും പോകാൻ സാധ്യതയില്ല. എന്നുവെച്ചാ ഞങ്ങള് കള്ളം പറയുന്നെന്നോ? നോക്കിയാലല്ലേ അറിയൂ.